ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം നർപ്പവി 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 ഒരു സിദ്ധ മന്ത്രമാണത്. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്നുള്ള ഒരു രഹസ്യ സിദ്ധ മന്ത്രമാണ്. എല്ലാവർക്കും അത് ഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഈ ദിവസത്തെ ഒരു ചെറിയ സൽപ്രവൃത്തി പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ സമ്പത്ത് നൽകും. അതുപോലൊപ്പം നിങ്ങളുടെ ആപത്തുകളെ തടയും. ഒരു ചെറിയ സൽപ്രവൃത്തി പോലും ഈ പറയുന്ന ദിവസത്തെ അത്ഭുതകരമായ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആപത്തുകളെ വരെ തടയും. അപ്പോൾ അത് ഏത് ദിവസമാണ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ലളിതമായ കാര്യമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ജീവിതം മാറ്റുന്ന, അത്ഭുതകരമായ സമ്പത്ത് നൽകുന്ന, നിങ്ങളുടെ ആപത്തുകളെ തടയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു, മുഴുവൻ കാണാൻ ശ്രമിക്കണം. എങ്കിലേ അത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത്. കാരണം അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അത് വീഡിയോ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്തത്. ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും സ്വയം ചെല്ലാവുന്ന നല്ല മന്ത്രങ്ങളും നല്ല സത്പ്രവർത്തികളും മാത്രമേ പറയാറുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നമ്മൾ ഒരു വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുക കൂടി ചെയ്യേണ്ടി വരും. അത്രയും മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത ഇതെല്ലാം ഞാൻ പറയും. അത് ക്ഷേത്രത്തിൽ പോയി ഏത് ദിവസം പോയി എന്ത് വഴിപാട് ചെയ്യണം, എപ്പം ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതൊക്കെ ഞാൻ പറയും. ഞാൻ പറഞ്ഞു തരുന്ന ഭദ്രകാളി രഹസ്യമായിക്കോട്ടെ, നല്ല കാര്യങ്ങൾ, ശിവരഹസ്യമായിക്കോട്ടെ, വേറെ ആരും പറഞ്ഞു തരാത്ത ശരനൂൽ രഹസ്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക, ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് വാട്സപ്പ് ഇടാൻ പറഞ്ഞത്. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഈ ദിവസങ്ങളിൽ ഒരു സൽപ്രവൃത്തി ചെയ്താൽ പോലും അത്ഭുതകരമായ സമ്പത്ത് ജീവിതത്തിലേക്ക് വരും. ആപത്തുകളെ തടയും. ആപത്തുകളെ തടയുമെന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ചിലപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയൊക്കെ കിടക്കാൻ. ഇനി അതുമല്ലെങ്കിൽ നമ്മളുടെ അല്ല, മറ്റൊരാളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും മതി നമ്മളുടെ ജീവിതം വർഷങ്ങളോളം, നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റിയാലും ഒക്കെ ഒരു വർഷങ്ങളോളം സഹിച്ച് കിടക്കാൻ. അപ്പം അങ്ങനെയുള്ള ആപത്തുകളെ തടയാൻ ഈ കാര്യം ഉപകരിക്കും. പിന്നെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ സമ്പത്ത്, ധനം വരാൻ വേണ്ടി നമ്മൾക്കിത് ഉപകരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ധനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കഴിവ് മാത്രമല്ല, അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, ആ സമയത്ത് അതിന് നല്ല മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം. ഇങ്ങനെ നിരവധി ചുറ്റും ഘടകങ്ങളുണ്ടെങ്കിലേ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം മറ്റു ഘടകങ്ങളൂടെ ചേർന്ന് വരണമെങ്കിൽ ഒരു ദൈവാനുഗ്രഹം വേണം. ആ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ഞാനീ പറയുന്ന കാര്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്താൽ മതി. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞു തരുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. ആ ദിവസങ്ങൾ ശനിയും വ്യാഴവുമാണ്. ശനിയാഴ്ചയും വ്യാഴാഴ്ചയും അന്ന് എന്താണ് ചെയ്യേണ്ടത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത്. കാരണം അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ശനിയും അത് മൊത്തം മനസ്സിലാക്കി ചെയ്താൽ അത് ഫലമാണ്. അതുകൊണ്ടായി പറഞ്ഞത്. നമ്മളേലും ഒരു 10-15 മിനിറ്റ് ചിലവഴിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലാണെങ്കിൽ അത് വലിയ കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് മുഴുവൻ കേൾക്കുക, അതിനുവേണ്ടി പറഞ്ഞ. അപ്പോൾ ശനിയും വ്യാഴവും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ശനിയും വ്യാഴത്തിൻ്റെ പ്രത്യേകത, എന്താണ് ശനിയാഴ്ച ദിവസത്തിന് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത? അതായത് ശനിപ്രീതിയും വ്യാഴപ്രീതിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതകരമായി സമ്പത്തുണ്ടാകും. പാവങ്ങൾ ശമിക്കും, ജീവിതം മാറും, ആപത്തുകളെ തടയും.
അതായത് കാലപുരുഷൻ്റെ 9ാമത്തെ രാശിയും 11ാമത്തെ രാശിയും അത് വ്യാഴവും കുംഭവുമാണ്. ഈ രാശിയുടെ അധിപൻ 9ാമത്തെ രാശിയുടെ അധിപൻ ധനുരാശിയാണ്. 9ാമത്തെ രാശി ഈ ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ്. കാലപുരുഷൻ്റെ 9ാമത്തെ രാശിയുടെ അധിപൻ വ്യാഴമാണ്, ധനുരാശിയാണ്. 11ാമത്തെ രാശി കുംഭൻ രാശിയാണ്. ഈ രാശിയുടെ അധിപൻ ശനിയാണ്. അതാണ് അതിൻ്റെ രഹസ്യം. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തെ മാറ്റാൻ അതിന് ശക്തിയുണ്ട്. അത് ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഗ്രഹനില നോക്കുമ്പോൾ അവരുടെ ചില ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവം അനുസരിച്ചും ചില ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. അത് ഗ്രഹനില നോക്കുമ്പം പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് പൊതുവായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ വ്യാഴാഴ്ച ശനിയാഴ്ച എന്താണ് ചെയ്യേണ്ടത്? 10 രൂപയുടെയെങ്കിലും അല്ലെങ്കിൽ 20 രൂപയുടെയെങ്കിലും അല്ലെങ്കിൽ 30 രൂപയുടെയെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു 100 രൂപയ്ക്ക് ചെയ്യാൻ സാമ്പത്തികം ഉള്ള ആളാണെങ്കിൽ 100 രൂപയ്ക്ക് ചെയ്യണം. 2 രൂപയ്ക്ക് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ചെയ്യരുത്. അത് നീതിയോടെയുള്ള ദാനധർമ്മമല്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു 100 രൂപയ്ക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ സഹായിക്കണം. ഇനി 10 രൂപയ്ക്കേ പറ്റത്തുള്ളൂ, 10 രൂപയ്ക്ക് സഹായിക്കുക. അത് അർഹരായവരായിരിക്കണം. എങ്ങനെയൊക്കെയാണ് ദാനം ചെയ്താൽ ഫലം കിട്ടുന്നത്? ശ്രദ്ധിച്ച് കേട്ടോണം. വെറുതെ ധ്യാനം ചെയ്താലൊന്നും ഫലം കിട്ടത്തില്ല. എങ്ങനെയാണ്? ആദ്യം ദാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞിട്ട് എങ്ങനെ ദാനം ചെയ്യണമെന്ന് പറയാം. അതായത് ദാനധർമ്മങ്ങൾ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ആപത്തുകളെ തടയും. ദൈവികമായ ഐശ്വര്യം, സമൃദ്ധി ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ധർമ്മങ്ങൾ ദാനം ചെയ്താൽ പാപം ശമിക്കുമെന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ പാപം ഇല്ലാതാക്കും. പിന്നെ ദാനം എങ്ങനെ ചെയ്യണം? ദാനം ചെയ്യുമ്പോൾ ഒന്നും ആഗ്രഹിക്കാതെ, ഫലമിച്ഛിക്കാതെ, പുണ്യം പോലും കിട്ടുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് ചെയ്ത ദാനം അത് ഫലമാകത്തില്ല. എനിക്ക് പുണ്യം വേണ്ടെന്നേ, ഒന്നും വേണ്ട. നമുക്കൊരു ആ ഒരാൾക്ക് ഒരു നേരം നമ്മളെ കൊണ്ട് ഒരു ആഹാരമോ ഒരു വസ്ത്രമോ ഒക്കെ നൽകിയാൽ, അല്ല ഒരു സഹായമോ നൽകിയാൽ, അവരുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മളെ കൊണ്ടൊരു ഫലം ഉണ്ടായാൽ സന്തോഷം. ഈശ്വരന് നന്ദി പറയുക. ഈശ്വരനെ നന്ദി പറയാവുള്ളൂ. അത് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ പോയി. അതാണ് എൻ്റെ അകത്തെ രഹസ്യം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്ക് ഒരാൾക്കൊരു ദാനം ചെയ്യാൻ പറ്റിയാൽ അത് ഈശ്വരന് നന്ദി പറയുക. അത് ഈശ്വരൻ്റെ കഴിവാണ്. എൻ്റെ കഴിവാന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിലാക്കണം. കൃത്യമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ദാനധർമ്മങ്ങളും മനസ്സ് ശുദ്ധമാക്കും എന്നുള്ളതാണ്. ഇനി ദാനധർമ്മങ്ങളുടെ ഒരു പ്രധാന രഹസ്യം പറഞ്ഞു തരാം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ വസ്ത്രവും ഒരു ദക്ഷിണയും കൂടെ മാതാവിനോ പിതാവിനോ ദാനം ചെയ്തിട്ട്, ദാനം എന്നല്ലത് പറയുന്നത്, സമർപ്പിക്കുക. അവർക്ക് കൊടുത്തിട്ട് അവരുടെ പാദത്തെ തൊട്ട് വന്ദിച്ചാൽ നിങ്ങൾക്ക് കോടി 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 ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും. നിങ്ങൾ ലോകം മുഴുവൻ നടന്ന് എന്തൊക്കെ ചുറ്റിപ്പിടിക്കോ, എന്തൊക്കെ ദാനം ചെയ്യാൻ നോക്കിയാലും കിട്ടാത്ത കാര്യം ഇവിടെ കിട്ടും. ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അശരണർക്ക്, ആരും സഹായിക്കാനില്ലാത്തവർക്ക്, ഒരു പ്രായമായ ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ റോഡിൽ കാണുന്നു. അവർക്ക് ഒരു ചായ കുടിക്കാനോ ഒരുന്നെങ്കിലും ഒരു കഴിക്കാനോ ഒന്നും പൈസ ഇല്ലാത്ത, അവരുടെ ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ട് എന്നാൽ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ പൈസയൊന്നും കിട്ടാതെ ചില ആളുകളെ വഴിയിൽ കാണാം. ഒരു നേരത്തെ ഒരു ചായക്കോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനോ പൈസ കൊടുക്കുക, അല്ലെ വാങ്ങിച്ചു കൊടുക്കുക. അത് ചെയ്യുമ്പോഴൊക്കെ ഈശ്വരന് നന്ദി പറയണം. എൻ്റെ കഴിവുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. വിചാരിച്ചാൽ പോയി. എൻ്റെ പൈസ ഉണ്ട്, എൻ്റെ മിടുക്കൊണ്ടാന്ന് ചോദിച്ചാൽ പോയി. ഈശ്വരന് നന്ദി പറയുക, അതിനെനിക്ക് സാധിച്ചതിന്. ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക. ഇതാണ് ദാനം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വസ്ത്രം, സെറ്റുമുണ്ട് ദാനം ചെയ്യുന്ന നല്ലതാണ്. ഭദ്രകാളി അമ്മയ്ക്ക് സെറ്റും നേരിയതും ദാനം നല്ല സമർപ്പിക്കുക. വസ്ത്രം സമർപ്പിക്കുക നല്ലതാണ്. ഭദ്രകാളി അമ്മയ്ക്കാണെങ്കിൽ കറുത്തവാവിന് ചെയ്യണം. അമ്മയ്ക്ക് സെറ്റും നേരിയതും സമർപ്പിക്കണം. അത്ഭുതകരമായ ജീവിതം മാറും. വിഷ്ണുവിനാണെങ്കിൽ വ്യാഴാഴ്ചയോ പൗർണമിയോ നിങ്ങളുടെ പക്കനാളിനോ ചെയ്യാം. സെറ്റുമുണ്ട് സമർപ്പിക്കുക. അച്ചട്ടാണ് ഫലം ഉണ്ടാകുന്നത്. ചെയ്യേണ്ട രീതിയിൽ ചെയ്തുകൊണ്ടേ കാര്യമുള്ളൂ. അതും ഇതൊന്നും ചെയ്താലൊന്നും അതിനൊന്നും കാര്യം ഉണ്ടാകത്തില്ല. അതിനാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ അർഹിക്കുന്നവർക്ക് അതൊരാഹാരമായിക്കോട്ടെ, ഒരു വസ്ത്രമായിക്കോട്ടെ, ഒരു സഹായമായിക്കോട്ടെ. ഒരാൾക്ക് ഒരു ജോലി, ഒരാൾക്ക് ജോലിയില്ല,
നമ്മൾക്കറിഞ്ഞ് എവിടെയെങ്കിലും വേക്കൻസി ഉണ്ട് അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട സഹായം ചെയ്യുക. അതും ഒരു ദാനധർമ്മം തന്നെയാണ്. അങ്ങനെ സഹായമായിക്കോട്ടെ, അല്ലെ ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതും ഒരു സഹായം തന്നെയാണ്. ഒരാൾക്കൊരു നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നത് അതൊരു ദാനധർമ്മം തന്നെയാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മൾ ഇപ്പം അനാഥാലയങ്ങൾ, അവിടത്തേക്ക് ഭക്ഷണത്തിനുള്ള ഒരു അരച്ചാക്കരി അല്ലെ കുറച്ച് നമ്മൾക്ക് പറ്റുന്ന പോലെ അത് സത്യസന്ധമായി നടത്തുന്നവരായിരിക്കണം. നമ്മൾ ഏത് ദാനം ചെയ്താലും അത് അർഹരായവർക്കായിരിക്കണം. മാസത്തിലോ അല്ലെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അന്നദാനത്തിന് അരി ദാനം ചെയ്യുക. അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ അന്നദാനം ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ ആർക്കാവശ്യമുണ്ടോ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ദാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അത് പറഞ്ഞുകൊണ്ട് നടക്കരുത്, പറഞ്ഞുകൊണ്ട് നടന്നാൽ പോയി. അതുപോലെ തന്നെ അത് ഒന്നും ആഗ്രഹിച്ച് ചെയ്യരുത്, ഒന്നും പുണ്യം പോലും ആഗ്രഹിക്കാതെ ചെയ്യണം. അതുപോലെ തന്നെ ഈശ്വരനോട് നന്ദി പറയണം, എനിക്കത് സാധിച്ചത്. ഈ 3 കാര്യങ്ങൾ പാലിച്ചാൽ, ഇത് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സർവ്വ സമ്പൽ സമൃദ്ധികളും ഉണ്ടായി വരും, ആപത്തുകളെ തടയുകയും ചെയ്യും. ഇനിയും ഇത് ആർക്കൊരു സഹായം വേണോ, ഒരു ദാനങ്ങളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, അവിടെ ഒരാഴ്ച നോക്കരുത്, ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. പിന്നെ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും കൂടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ചെയ്താൽ ചില പ്രത്യേക ഒരു നല്ല കൂടുതൽ ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ഏത് ദിവസം വേണമെങ്കിലും ദാനം ചെയ്യുക. പറ്റുമെങ്കിൽ ശനിയും വ്യാഴവും ദാനധർമ്മം കൂടി ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആർക്കും ദാനം ചെയ്യാം, അവിടെ ആഴ്ചയൊന്നും നോക്കണ്ട. അതോടൊപ്പം ശനിയാഴ്ചയും വ്യാഴാഴ്ചയും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു ചെറിയ സത്പ്രവൃത്തി പോലും ചെയ്താൽ അത് മതി. വലിയ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ. ഇനി ദാനധർമ്മം ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ദാനം ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത് ദാനമല്ല. ഞാൻ ഇപ്പോഴെവിടാണോ, ഏതവസ്ഥയിലാണോ അവിടെ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദാനം. മനസ്സിലാക്കണം കേട്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ മനസ്സിലാക്കി നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന, പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുന്ന, ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന, ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ദാനം. അല്ല എനിക്ക് അത് കിട്ടിയിട്ട്, എനിക്ക് ഇത് കിട്ടിയിട്ട്, എൻ്റെ ആ കാര്യം നടന്നിട്ട്, എൻ്റെ ഈ കാര്യം നടന്നിട്ട്, അതൊന്നും ദാനമല്ല. നമ്മൾ നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് ദാനം. അപ്പം ഈ ദാനധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ മറ്റു ചില 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ബുധനാഴ്ചകൾ, ഏതെങ്കിലും ബുധനാഴ്ച, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ചയാണ് കൂടുതൽ നല്ലത്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്നത് അല്ല, ഏത് ബുധനാഴ്ചയും കുഴപ്പമില്ല. വ്യാഴാഴ്ച, ഏത് വ്യാഴാഴ്ച വേണമെങ്കിലും ചെയ്യാം. പൗർണമി, ശനിയാഴ്ച, ഇതിലേതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്രത്തിലേക്ക് അവല് സമർപ്പിച്ചാലും അത്ഭുതകരമായിട്ട് ജീവിതം മാറും. അവല് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് നിവേദ്യത്തിന് കൊടുക്കുകയല്ല. നമ്മൾ ഒരു 4 കിലോയോ 5 കിലോയോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, 1 കിലോ കൂടുതലായിരിക്കണം, 3 കിലോയോ 4 കിലോയോ എത്രയാണെന്ന് വെച്ചാൽ അത് പാക്കറ്റിനകത്ത് വാങ്ങിച്ച് ഭഗവാന്റെ നേരെ ആ കൽമണ്ഡത്തിനവിടെ, കൽമണ്ഡപമൊക്കെ കാണുമല്ലോ, ഭഗവാന്റെ നേരെ അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അത് അന്നത്തേക്ക് അവൽ നിവേദ്യത്തിനല്ല, നമ്മൾ ഭഗവാന് സമർപ്പിക്കുക. അവിടെ ക്ഷേത്രത്തിൽ എന്ന് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ, അതെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമ്മൾ ഭഗവാന് ആ നടയ്ക്ക് നേരെ കൊണ്ട് അവൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്യണം, അത് വളരെ ഫലപ്രദമാണ്. ഇനി അവൽ നിവേദ്യം ചെയ്യുന്നത് നല്ലതാണ്. ഞാനിത് മറ്റൊരു രീതി പറഞ്ഞതാണ്, ഇത് കൂടുതൽ ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത്ഭുതകരമായ, കാരണം ഞാനൊക്കെ ചാക്കിനകത്ത് ചുമ്മിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഭഗവാൻ അത് ഞാനീ പറയുന്ന എല്ലാ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുപോലെ പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആഹാരവും സംരക്ഷണവും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾക്ക് അതുകൊണ്ട് അത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അതായത് എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കൂവളം ഉണ്ടായിരുന്നു. ആ കൂവളത്തിൻ്റെ തൊലി മുഴുവൻ ഈ അഴുകിപ്പോയി. അപ്പോൾ ഇതിനൊരു ഫംഗസ് പോലെ ഇങ്ങനെ വരുമായിരുന്നു. ഞാനത്
വെള്ളം ഒഴിച്ച് ആ അഴുകിയ ഭാഗം കഴുകി വൃത്തിയാക്കി ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. വെള്ളമെല്ലാം ഒഴിച്ച് വൃത്തിയാക്കുമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ ഓരോ തവണയും ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ആ കൂവളം ചിലപ്പോൾ രക്ഷപ്പെടണമെന്നല്ല, പക്ഷേ ഞാനിത് അതിൻ്റെ ആ അഴുക്കെല്ലാം അല്ലെ അതിൻ്റെ ഫംഗസ് എല്ലാം കളയുമ്പം ഒരു നിമിഷമെങ്കിലും അതിനൊരു ആശ്വാസം കിട്ടും. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പം അത് ശരിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് മതി എനിക്ക്. അതിന് ഈശ്വരന് നന്ദി. ആ ചിന്തയോടുകൂടി ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാവും. നമഃശിവായയുടെ രഹസ്യം എനിക്ക് കിട്ടി. നമഃശിവായ എന്ന് കേട്ടാൽ ഇപ്പം നാന്ന് വെച്ചാൽ ഭൂമി, മാന്ന് വെച്ചാൽ ജലം, ശീന്ന് വെച്ചാൽ അഗ്നി, വാന്ന് വെച്ചാൽ വായു കാറ്റ്, യാന്ന് വെച്ചാൽ ആകാശം. ഇതാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഇതല്ല, നമഃശിവായക്കകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. ആ രഹസ്യം എനിക്ക് തുറന്നു കിട്ടി. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ വൃക്ഷങ്ങളെ പരിപാലിച്ചാലോ പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുത്താലോ അവരെ സംരക്ഷിച്ചാലോ ഇതെല്ലാം ദാനധർമ്മത്തിൽ പെടുന്നതാണ്. ഒരാൾക്കൊരു നല്ല വഴി പറഞ്ഞു കൊടുത്താലോ നമ്മൾ ഒരാൾ രക്ഷപ്പെടുന്നതിന് കാരണമായാലോ ഇതെല്ലാം ദാനത്തിൽ പെടുന്നതാണ്. അവനവൻ്റെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കുന്നതും അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതും അവരുടെ കയ്യിൽ അല്പം പൈസ അടക്കി കൊടുക്കുന്നതും ഇതെല്ലാം ശ്രേഷ്ഠമായ സമർപ്പണങ്ങളാണ്. അതുപോലെ നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവർ മറ്റുള്ളവരെ പോലെ നിങ്ങളോട് വന്ന് ബുദ്ധിമുട്ട് പറയത്തില്ല. പക്ഷെ നമ്മളത് കണ്ടറിഞ്ഞ് അവർക്കൊരാച്ചായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം അതിൽ പെടുന്നതാണ്. അല്ല ലോകം മുഴുവൻ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലല്ല കാര്യം. വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അർഹിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം. ഞാൻ ഒരിക്കൽ ഒരാൾ എന്നോട് വന്നുവെച്ച് പറഞ്ഞു, ഈ ഒരാൾക്ക് ഒരു അസുഖമാണ്, കൂടിയ അസുഖമാണ്, അപ്പോഴതിന് ഇച്ചിരി പൈസ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഒരാൾ ഇതിന് പൈസ കൊടുക്കുന്ന ഒരാളിങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷെ അയാൾ ഇതിന് വലിയ തുകകളല്ല, എങ്കിലും ചെറിയ അയാളെ കൊണ്ട് പറ്റുന്ന തുകകളാണ്. പക്ഷെ ജെനുവൻ ആയിരിക്കണം. പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളെ സഹായിക്കും. ഞാൻ ആളെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോളാനും പറഞ്ഞു. അപ്പോഴത്തേനും എന്നോട് വന്ന് പറഞ്ഞ അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ ഒരു പരിചയത്തുള്ള ഒരാൾക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അന്ന് 10,000 രൂപ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10,000 രൂപ ആ രോഗമുള്ള ആൾക്ക് കൊടുത്തു. അപ്പോൾ അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, കൊണ്ടുപോയ ആളോട് ചോദിച്ചു, ഈ കൊണ്ടുപോയ ആളോട് അവർ ഒരുപാട് നന്ദി പറഞ്ഞു. അപ്പോൾ അയാളെ പറഞ്ഞു, ഞാനല്ല ഈ വഴി കാണിച്ചതെന്ന്, വേറൊരാളാണ്. പിന്നെ പറഞ്ഞ അതാരാന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു, ഇതൊന്നും അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ല അദ്ദേഹം ചെയ്തത്. ഞാൻ എന്നും അവർക്കറിയത്തില്ല ആരാ അവർക്ക് ആ വഴി പറഞ്ഞു കൊടുത്തെന്ന്. അവരറിയാത്ത ഒരാൾ, അതായത് എന്നെ അവർ ഒരുപാട് ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് ആ സാറിനോട് പറഞ്ഞു. ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു തന്ന നിങ്ങൾക്കും ഇതൊക്കെ ഒരു പ്രചോദനമാകും. അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരും. അത് നിങ്ങൾ ചെയ്തോണം. ഇങ്ങനെയുള്ള അവസരങ്ങൾ കളയരുത്. അതുകൊണ്ടാണ് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു കടയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒരു അമ്മ വരുമായിരുന്നു. ആ അമ്മ വരുമ്പം അമ്മയെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടതാണ് എന്നാണ് അമ്മ പറയുന്നത്. അമ്മയെക്കുറിച്ച് അമ്മ പറയുന്ന കഥയെ നമുക്കറിയത്തുള്ളൂ. ഒരു ചോറ്റുപാത്രമായിട്ട് വരും, ആരുമില്ല. ഇങ്ങനെ അവർ ധർമ്മമൊക്കെ എടുത്താണ് ജീവിക്കുന്നത്. കൂടുതൽ എനിക്ക് അവരെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അവർക്കെല്ലാം ശനിയാഴ്ചയാണ് അവർ വരുന്നത്. അവർക്ക് കയ്യിലുള്ള പോലെ 10, 20, 30 രൂപയൊക്കെ കൊടുക്കും ഉള്ള പോലെ. അപ്പോഴത്തേനും അങ്ങനെ കുറേ നാളായി. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് രക്ഷപ്പെട്ടു, വേറെ ജോലി കിട്ടി, നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയി. സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ സ്വന്തമായിട്ട് വർക്കായിട്ട് രക്ഷപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോൾ ആ അമ്മ എന്നും ആ കടയുടെ മുന്നിൽ വന്ന് നിൽക്കും. അവർക്കറിയത്തില്ല എൻ്റെ സുഹൃത്ത് പോയെന്നുള്ളത്. അവർക്ക് പൈസ കൊടുക്കുന്ന ആൾ പോയെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ ഇവരെ കാണുമ്പം എൻ്റെ മറ്റ് കടയിലുള്ള സുഹൃത്തുക്കളൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഒരു ധർമ്മത്തിന് വന്നിരിക്കുന്ന അമ്മയാണ്, അവർ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എനിക്കതറിയാം. ഇവർ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പം അന്ന് എൻ്റെ കയ്യിൽ ഞാൻ ചായ കുടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. 20 ആയിരിക്കും, 30 ആയിരിക്കും, 50 ആയിരിക്കും. ഞാനവിടെ കണക്ക് നോക്കത്തില്ല. എടുത്ത് അമ്മയ്ക്ക് കൊടുക്കും. ഇത് ഞാൻ എത്രയോ ശനിയാഴ്ചകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. ഒന്നും ആഗ്രഹിച്ചല്ല, ഒന്നിനും വേണ്ടിയല്ല. ആ അമ്മ നോക്കി നിൽക്കുമ്പം അവരുടെ ഒരു പ്രതീക്ഷയാണത്. അങ്ങനെ ഞാൻ ശനിയാഴ്ചകൾ ഒരുപാട് ചെയ്യുമായിരുന്നു. ഒന്നും ആഗ്രഹിച്ചല്ല. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു.
ഞാൻ കൊറോണ ആയിരുന്നപ്പം പോലും ഫുൾ ടൈം 14 ദിവസം കൊറോണ പിടിച്ച് കിടന്ന്, അല്ലാതെ ഫുൾ ടൈം ഞാൻ വർക്കിലാണ്. എനിക്ക് വർക്കുകൾ ഇല്ലാതെ വന്നിട്ടില്ല. ഇന്നും അതെ അന്നും അതെ, എത്രയോ വർഷങ്ങളായിട്ടത്. കാരണം ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത ചില പ്രവൃത്തികൾ അതിന് കാരണമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ശനിയാഴ്ചയും ചൊവ്വാഴ്ചയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ശനിയാഴ്ചയും ചൊവ്വാഴ്ചയല്ല, വ്യാഴാഴ്ചയും ശനിയാഴ്ചയും. ഒന്നുകൂടെ പറയാം, വ്യാഴാഴ്ചയിലും ശനിയാഴ്ചയിലും ദാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, ആവശ്യമുള്ളപ്പം ചെയ്യാം, ഏത് ദിവസം, അതിനകത്ത് തെറ്റില്ല. അതോടൊപ്പം വ്യാഴാഴ്ച ശനിയാഴ്ചയും കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. ഒരു ദിവസം വ്യാഴാഴ്ച ഞാൻ അടുത്തുള്ള ധന്വന്തരി മൂർത്തിയുടെ അമ്പലത്തിലായിരുന്നു. പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു 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 ആൾ മദ്യപിച്ചിട്ട് എൻ്റെ പുറകെ നടന്നു വരും. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് മദ്യപിച്ചുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തോട് ദേഷ്യം തോന്നി. ഞാൻ ഇയാളും പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ലാസ്റ്റ് അവസാനം ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇച്ചിരി ഭക്ഷണം മേടിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ അദ്ദേഹത്തെ കൊണ്ട് കടയിൽ പോയി. ഞാൻ ചേട്ടാ ആവശ്യമുള്ള കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 2-3 ദോശയെ കഴിച്ചുള്ളൂ. ഇന്നും ഞാൻ ഓർക്കുന്നു, വളരെ കുറച്ച് ഭക്ഷണമേ കഴിച്ചുള്ളൂ. ഞാൻ ചേട്ടാ ആവശ്യത്തിന് കഴിച്ചു. ഞാൻ കഴിച്ചാലും ചേട്ടൻ കഴിച്ചാലും എല്ലാം ഒരുപോലെ. അതുകൊണ്ട് ചേട്ടൻ മടിയൊന്നും വിചാരിക്കേണ്ട. ഇദ്ദേഹം നല്ല മദ്യപിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. എന്തും ആയിക്കോട്ടെ, ഭക്ഷണമല്ലേ ഒരാൾ ചോദിക്കുന്നത്. അപ്പം കഴിച്ചു കഴിഞ്ഞ് വളരെ കുറച്ച് ഭക്ഷണം ഇദ്ദേഹം കഴിച്ചോളൂ കേട്ടോ. ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ പലതവണ പറഞ്ഞു ചേട്ടാ ആവശ്യത്തിന് കഴിച്ചോളാം, മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ചെറിയ തുക ഇദ്ദേഹത്തിന് പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. വ്യാഴാഴ്ച ചെയ്ത കാര്യം. പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ അതുകൊണ്ട് എന്നാണെന്നറിയോ, ഞാനൊരിക്കൽ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വേണാടിന്, അന്ന് വൈകിട്ട് 6:30, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, വേണാട് കിട്ടാൻ വേണ്ടി ഓടി വരുമ്പം, വേണാട് ട്രെയിനിന് വേണ്ടി ഓടി വരുമ്പോൾ ഈ സന്ധ്യയായി. 6:30 കഴിഞ്ഞ ആ സമയം തോന്നുന്നു. നല്ല ഇരുട്ടുണ്ട്. ഞാൻ ഓടി വന്ന് തെന്നി റോഡിലോട്ടങ്ങ് വീണ് കഴിഞ്ഞപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വരിക, പ്രൈവറ്റ് ബസ്. ബസ്സുകാർ ഞാൻ അടുത്ത് വന്ന് എന്നെ കാണുന്നില്ല. ഞാൻ ഏകദേശം ബസ്സിൻ്റെ അടി പോകത്തക്ക രീതിയിലാണ് കിടക്കുന്നത്. എനിക്കാണെങ്കിൽ ആ സമയത്ത് നാക്കും അനങ്ങുന്നില്ല. ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരിക്കുന്നവർക്കറിയാം. ഒരു വണ്ടിയുടെ മുന്നിൽ പെട്ടാലോ നമ്മൾ ചില സമയം സ്റ്റക്കായിപ്പോകും. ചിലർക്ക് ചിലപ്പം പ്രവർത്തിക്കാൻ പറ്റും, ചിലർക്ക് ചിലപ്പം ശരീരം അനങ്ങത്തില്ല. എനിക്കപ്പോൾ എഴുന്നേക്കാനും ഒന്നും പറ്റുന്നില്ല. ബസ്സിൻ്റെ അടുത്ത് വന്നു. അപ്പോഴത്തേനും ബസ് ചിലപ്പം കയറും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും ഒരു സുഹൃത്ത് ദൂരെയെന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ ബസ്സെ കൈ കാണിച്ചു നിർത്തി. അത് ആ സമയത്ത് അതുവഴി ആളുകളൊക്കെ സഞ്ചാരം കുറവാണ്. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. നമ്മൾ ഈ കൈകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തികൾ നമ്മുടെ ആപത്തുകളെ തടയും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓടി വന്ന് അന്ന് രാവിലെ 6:30 വേണാട് ഓടി വന്ന് ഞാൻ ചങ്ങനാശ്ശേരി പട്ടത്തിമുക്കി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേണാട് വന്നു. ഞങ്ങൾ അവിടുന്ന് ഓടി വന്ന് ഇപ്പോൾ വേണാടെ കയറാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഓടി ചെന്നപ്പോഴത്തേനും, എന്നിട്ട് പെട്ടെന്ന് ട്രെയിനെ നമ്മൾ കയറിയപ്പോഴത്തേനും എൻ്റെ ഇയർ ബാലൻസ് അങ്ങ് പോയി. ഞാൻ പുറകോട്ട് മറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പുറകോട്ട് തലയടിച്ച് വീണിരുന്ന എൻ്റെ ജീവിതം വേറൊരു രീതിയായിപ്പോയി. പക്ഷേ ആരോ എന്നെ ചാടി വന്ന് പിടിച്ചു. ഞാൻ അന്ന് അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. കാരണം എൻ്റെ ഇയർ ബാലൻസ് പോയായിരുന്നു. ഈ ബാലൻസ് ഇല്ല, തല ഇറങ്ങാണ്. അതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ പ്രവർത്തികളുടെ ഫലമാണ്. അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ആഹാരം കഴിക്കുക, നമ്മൾ സുഖിച്ചെന്ന് ജീവിക്കുക, ഇതൊന്നും അല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ എന്ന് കരുതി നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് ചില ആളുകളുണ്ട്. ചിലർ ഈ സഹായം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അത് ഈ തട്ടിപ്പുകാരുണ്ട്. അവർക്കൊന്നും സഹായം ചെയ്യരുത്. നമുക്ക് ബോധ്യപ്പെട്ട് സത്യസന്ധമായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ് വീരന്മാരുമുണ്ട്. അവരെ തൊഴിലാക്കിയവരാണ്. എവിടെ സഹായം ചോദിച്ചു നടക്കും, അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ നമ്മുടെ ഏരിയയിലെ അടുപ്പിക്കരുത്. നമ്മൾക്ക് നേരിട്ട് കണ്ട് ബോധ്യമാകുന്ന, ശരിയെന്ന് ബോധ്യമാകുന്ന, നമുക്ക് പറ്റുന്നത്, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക. അതാണ് ദാനം കേട്ടോ. അല്ലാതെ ഈ അർഹതയില്ലാത്തവർക്കോ തട്ടിപ്പുകാർക്കോ ഒന്നും ചെയ്യുന്നതല്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ മതി. അതാണ് ദാനം. കാരണം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹം ഉയർന്ന സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്യും, ആരും അറിയാതെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു അരച്ച കരിയൊക്കെ ഈ വൃദ്ധസാധനത്തിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് പോയി ബോധ്യപ്പെട്ട് നല്ല രീതിയിലാണെന്ന് ബോധ്യപ്പെട്ടാണ് അവിടെ കൊടുക്കുന്നത്. സത്യത്തിൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴോ വർത്തമാനം പറയുന്ന കൂട്ടത്തിലാണ് പുള്ളി പറഞ്ഞ് ഇന്ന അടുത്തൊരു വൃദ്ധസ്ഥാനം ഉണ്ട് അന്ന്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന പറഞ്ഞാൽ എനിക്കത് കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല, സാമ്പത്തികം ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. ഇങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങൾ.
ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. ഈ ദാനധർമ്മങ്ങൾ ശരിയായിട്ട് ചെയ്താൽ അത് മതി, ജീവിതം മാറ്റും. ഇനി ഏത് ദാനധർമ്മം ചെയ്താലും നമ്മൾ അത് കഴിഞ്ഞ് അയ്യോ അത് അത്രയും കൊടുക്കണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ പോയി. മനസ്സിലായോ? സന്തോഷമായിട്ട് ചെയ്യുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവോഹം ശിവോഹം. ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക.